നമ്മുടെ പ്രാർത്ഥനകൾക്കും ദൈവസന്നിധിയിൽ വലിയ വിലയുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന കർത്താവ് അവിടുന്ന് ഇന്നും നമ്മുടെ മധ്യത്തിൽ വസിക്കുന്നുണ്ട് എന്ന് വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന, ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സാക്ഷ്യങ്ങൾ. അതിനാൽ നമുക്ക് വലിയ വിശ്വാസത്തോടെ ഈ സാക്ഷ്യങ്ങൾ കേൾക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയോടെ ആയിരിക്കാം. അതോടൊപ്പം തന്നെ ഈ നിമിഷങ്ങളിൽ ലോകം മുഴുവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. നമുക്കൊരു നിമിഷം നമ്മുടെ കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബങ്ങളെയും ശുശ്രൂഷകളെയും നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും പ്രാർത്ഥനകളെയും എല്ലാം ഈശോ അനുഗ്രഹിക്കുവാനായിട്ട്, അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ പറയുവാനായിട്ട് ദൈവമേയോട് നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തി ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയ്ക്ക് നമ്മെ സഹായിക്കുന്നത് ഷാലോം ഫെസ്റ്റിവലുകളും ഷാലോമിൻ്റെ പുറത്തുള്ള ധ്യാന ശുശ്രൂഷകൾക്കുമൊക്കെ നേതൃത്വം കൊടുക്കുന്ന, ഔട്ട്റീച്ച് മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ സിബി തോമസ് പുല്ലൻപിളാവിലാണ്. നമുക്ക് അദ്ദേഹത്തിലൂടെ ഈ സാക്ഷ്യങ്ങൾ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈയടിച്ചോണ്ട് പാടാം, കൈയടിച്ച്. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൂടി വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൂടി വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. കരങ്ങളൊന്ന് ഉയർത്തിയിരിക്കാമോ? ഉയർത്തി. കൈകൾ താഴ്ത്തി, കൈകൾ താഴ്ത്തി. പറുദീസായിൽ ദൈവം തന്നൊരു രക്ഷാവാഗ്ദാനം യേശുനാഥനല്ലയോ. പ്രവാചകന്മാർ മുന്നേ ചൊന്നൊരു രക്ഷാ സന്ദേശം യേശുനാഥനല്ലയോ. പറുദീസായിൽ ദൈവം തന്നൊരു രക്ഷാവാഗ്ദാനം, പ്രവാചകന്മാർ മുന്നേ ചൊന്നൊരു രക്ഷാ സന്ദേശം യേശുനാഥനല്ലയോ, യേശുനാഥനല്ലയോ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൂടി വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. Praise the Lord. Praise the Lord. Hallelujah. സന്തോഷത്തോടെ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകരെ സുഖമാക്കി. കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകരെ സൗഖ്യമാക്കി. ഈ രാത്രി കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകരെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്ന രാത്രിയിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഇന്ന് ലോകത്തിൻ്റെ എവിടെയായിരുന്നാലും, ഏത് രാജ്യത്തായിരുന്നാലും, ഏത് സ്റ്റേറ്റിലായിരുന്നാലും അവിടെയെല്ലാം ഈ ജാഗരണ പ്രാർത്ഥനയോട് ചേർന്ന് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി സൗഖ്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മത്തായി 21:22 പറയുകയാണ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവന് അത് ലഭിച്ചിരിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്
അനുഗ്രഹം സ്വന്തമാക്കിയ അനേക വ്യക്തികളുടെ കത്തുകൾ ഈ നിമിഷങ്ങളിൽ നമ്മൾ കാണുകയാണ്. ചിലര് യേശുവിനെ തൊട്ടു, ചിലരെ യേശു തൊട്ടു. യേശുവിനെ തൊട്ടവരെയും യേശു തൊട്ടവരെയും കർത്താവ് സൗഖ്യപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനെ തൊട്ടവരെയും യേശു തൊട്ടവരെയും അവിടുന്ന് സൗഖ്യപ്പെടുത്തി. അതുകൊണ്ട് ഈ രാത്രിയിൽ ഒന്നെങ്കിൽ നമ്മൾ യേശുവിനെ തൊടണം, അല്ലെങ്കിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ച് കർത്താവേ അവിടുന്ന് എന്നെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കണം. അതിൽ രണ്ടിൽ ഒന്ന് സംഭവിച്ചാൽ നിശ്ചയമായും നമ്മുടെ ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ചില വ്യക്തികളുടെ സാക്ഷ്യങ്ങൾ കത്തിലൂടെ കേട്ട് നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. എല്ലാ സ്തുതികളും എല്ലാ മഹത്വവും ദൈവത്തിനുള്ളതാണ്. ദൈവമാണ് മഹത്വപ്പെടേണ്ടത്. അനുഗ്രഹം വർഷിക്കുന്നത് വ്യക്തികളല്ല, കർത്താവാണ്. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയേണ്ട നിമിഷങ്ങളാണിത്. എല്ലാം മറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട നിമിഷങ്ങളാണിത്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വ്യക്തികളെ ദൈവം ഉയർത്തും. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ. ആന്ധ്രയിൽ നിന്ന് ബീന ജോസഫ് എന്ന ഒരു സഹോദരി ഇങ്ങനെ ഒരു സാക്ഷ്യം എഴുതിയിരിക്കുകയാണ്. എനിക്ക് നട്ടെല്ലിന് വേദനയായിരുന്നു. നടുവ് മുതൽ പിടല് വരെ നേരായി അത് വളർന്നു. പിടല് തിരിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയായി. ധാരാളം ചികിത്സകൾ നടത്തിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. ഇരിക്കാനോ നടക്കാനോ കുനിയാനോ സാധിക്കാത്ത രീതിയിൽ ഞാൻ വേദന അനുഭവിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ ഡിസംബർ മാസത്തെ ജാഗരണ പ്രാർത്ഥനയിൽ ഞങ്ങൾ കുടുംബമായി ആരാധനയിൽ പങ്കുചേർന്നു. ആരാധനയുടെ സമയത്ത് ശക്തമായ വേദന ഉണ്ടാവുകയും 5 മിനിറ്റിനകം അത് മാറുകയും ചെയ്തു. അതിനുശേഷം ഇതുവരെയും എനിക്ക് നട്ടലിന് വേദന ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏത് ജോലി ചെയ്യുന്നതിനും പ്രയാസമില്ല. ഞാൻ ആന്ധ്രയിൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുക്രിസ്തുവിന്നും ജീവിക്കുന്നു, ഇഹലോകത്തിൽ ജീവിക്കുന്നു. യേശുക്രിസ്തുവിന്നും ജീവിക്കുന്നു, ഇഹലോകത്തിൽ ജീവിക്കുന്നു. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ല, എനിക്കെല്ലാം എന്റെ യേശുവത്രേ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരരെ, ബീന എന്ന സഹോദരിയെ കർത്താവ് സ്പർശിച്ചു. ഓൺ ദ സ്പോട്ടിൽ കർത്താവ് ആ മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. അവൾ പറയുക, ആരാധനയുടെ സമയത്ത് കുടുംബത്തോടെ ഞങ്ങൾ ആരാധിക്കുമ്പോൾ 5 മിനിറ്റ് സമയം ശക്തമായ വേദന എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ടു. അതോടെ വേദന അപ്രത്യക്ഷമായി. മാസങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ വേദനയില്ല. എനിക്ക് എല്ലാ ജോലിയും ചെയ്യാൻ സാധിക്കുന്നു, സ്കൂളിൽ അധ്വാനിക്കാൻ സാധിക്കുന്നു, ഓടി നടക്കാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ആ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഇത് നിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന് നിന്നെ അനുഗ്രഹിക്കാൻ കഴിവുള്ള ഒരു കർത്താവിന്റെ മുമ്പിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ബീനായി അനുഗ്രഹിച്ച കർത്താവ് ഈ രാത്രി നിന്റെ രോഗത്തിലേക്ക് കടന്നു വന്ന് നിന്നെ അനുഗ്രഹിക്കും, അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി മാറ്റും. വലിയ വിശ്വാസത്തോടെ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങാം. മറ്റൊരു സാക്ഷ്യം കേട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു വ്യക്തിക്ക് ദൈവം ജോലി നൽകി അനുഗ്രഹിച്ച ഒരു സാക്ഷ്യമാണ്. മകന് വേണ്ടി അമ്മയാണ് സാക്ഷ്യം എഴുതിയിരിക്കുന്നത്. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. നേഴ്സിംഗ് കഴിഞ്ഞ് 5 വർഷമായിട്ടും നല്ലൊരു ജോലി മകന് ലഭിച്ചില്ല. അവൻ നിരാശയുടെ വക്കിലായി. വിദേശത്തേക്ക് മെയിൽ നേഴ്സുമാരെ ആവശ്യമില്ലാത്തൊരു സാഹചര്യമായിരുന്നു. 2012 നവംബർ മാസത്തിൽ ജാഗരണ പ്രാർത്ഥനയിൽ ഫോണിലൂടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും കുടുംബങ്ങൾ എല്ലാവരും വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ചെയ്തു. അധികം കഴിയുന്നതിന് മുമ്പ് ദുബായ് MOHന്റെ ടെസ്റ്റും ഇൻ്റർവ്യൂവും കേരളത്തിൽ നടക്കുന്നതായി അറിഞ്ഞു. അതേസമയം തന്നെ ദുബായിൽ വെച്ച് ഗവൺമെൻറ് നടത്തുന്ന മറ്റൊരു ടെസ്റ്റ് നടക്കുന്നതായി അറിഞ്ഞു. ഒരേ സമയത്ത് 2 ചാൻസുകൾ വന്നു. കേരളത്തിൽ നടന്ന ടെസ്റ്റിൽ പാസ്സായി. ഫൈനൽ ഇൻ്റർവ്യൂവിന് ചെല്ലാൻ അറിയിപ്പ് ലഭിച്ചു. അതേ സമയത്ത് തന്നെയായിരുന്നു ദുബായിലെ ടെസ്റ്റും. രണ്ടും ഒരേ സമയത്തായിരുന്നതിനാൽ ഏതിൽ എന്നതിൽ സംശയമായി. അടുത്ത ജാഗരണ പ്രാർത്ഥനയിൽ ഈ വിഷയം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദുബായിൽ നടന്ന ടെസ്റ്റിൽ പങ്കെടുത്തു. വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു ടെസ്റ്റ്. എന്നാൽ അത്ഭുതകരമെന്ന് തോന്നുന്ന രീതിയിൽ സെലക്ഷൻ ലഭിച്ചു. ഇപ്പോൾ മകൻ ദുബായിൽ ജോലി ചെയ്യുന്നു.
ഞങ്ങൾക്കായി അത്ഭുതം പ്രവർത്തിച്ച കർത്താവിന് 1000 നന്ദി. വീണ്ടും കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒന്നിനെ കുറിച്ചും എനിക്ക് ആകുല ചിന്തയില്ല, കാരണം കർത്താവിന്റെ കൂടെ വസിക്കുന്നു. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നും ക്ഷേമമായി പാലിക്കുമേ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനി. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനി. കട്ടപ്പനയിൽ നിന്നും റോസമ്മ സെബാസ്റ്റ്യൻ എഴുതിയ കത്താണ് നാം വായിച്ചു കേട്ടത്. പ്രിയമുള്ളവർ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് സാഹചര്യങ്ങൾ ഇവർക്ക് അനുകൂലമല്ല, പ്രതികൂലമായിരുന്നു. കാരണം ദുബായിൽ മെയിൽ നേഴ്സിന് ചാൻസ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവർ പ്രാർത്ഥനാ സഹായം തേടുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ സാഹചര്യങ്ങൾ ഒരു തടസ്സമല്ലെന്ന് ഇവിടെ ദൈവം വ്യക്തമാക്കി. ദൈവം അനുവദിച്ചത് ഒരു ചാൻസ് അല്ല, ഒരേ സമയത്ത് 2 ചാൻസ് ദൈവം ഒരേപോലെ നൽകി. ആ മകന് ഉന്നതമായ ജോലി നൽകി ദുബായ് ദൈവം അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ ജീവിതം ഇന്ന് ഒരു പ്രതിസന്ധിയിലാണെങ്കിൽ, നമ്മുടെ സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിൽ തിരിച്ചറിയുക, ഈ പ്രതികൂല സാഹചര്യങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് ഒരു തടസ്സമല്ല. ഞാനിത് വിശ്വസിക്കണം. ലോകത്തിന് മുമ്പിൽ നമ്മുടെ സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കാം, തടസ്സങ്ങളായിരിക്കാം, ഉയരാനോ അനുഗ്രഹിക്കപ്പെടാനോ സാധ്യത ഇല്ലാത്ത സാഹചര്യമായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ പ്രതികൂലം എന്ന ഒരു വാക്ക് ഇല്ല. അതുകൊണ്ട് ഈ രാത്രിയിൽ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കണം. എല്ലാ പ്രതികൂലങ്ങളെയും അനുകൂലമാക്കി മാറ്റുന്ന കർത്താവ് അവസരങ്ങൾ, 100 കണക്കിന് അവസരങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം ഈ രാത്രിയിൽ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് ജോലിയില്ലാതെ വേദനിക്കുന്ന യുവജനങ്ങൾ പ്രാർത്ഥിക്കട്ടെ. മക്കൾക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഈ രാത്രിയിൽ എല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ദൈവം നിനക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി ഈ രാത്രിയിൽ ഇതാ ജോലി ഒരുക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗദി അറേബ്യയിൽ നിന്ന് സ്മിത വിജു എന്ന സഹോദരി എഴുതിയ സാക്ഷി നമുക്ക് വായിക്കാം. അവർക്ക് ദൈവം കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു എന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ സൗദിയിൽ നേഴ്സാണ്. വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷങ്ങൾ കഴിഞ്ഞു. ഞങ്ങൾക്ക് കുട്ടികളുണ്ടായില്ല. ഭർത്താവ് 6 മാസത്തെ വിസിറ്റിംഗ് വിസയിൽ ഇവിടെ എത്തി. 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഗർഭിണിയായില്ല. ഏറെ മാനസിക വിഷമം അനുഭവിച്ച കാലമായിരുന്നു അത്. ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എന്നാൽ അതിനു മുമ്പ് ദൈവം ഇടപെട്ടു. ഈ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് വേണ്ടി ജാഗരണ പ്രാർത്ഥനാ സഹായം തേടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയാണെങ്കിൽ എന്നെ കൊണ്ട് സാക്ഷ്യം എഴുതിക്കാമെന്ന് പറഞ്ഞാണ് പ്രാർത്ഥിച്ചത്. 2012 ഡിസംബറിൽ ഞാൻ ഗർഭിണിയായി. 2013 സെപ്റ്റംബർ 6-ാം തീയതി ആരോഗ്യവാനായ ഒരു ആൺകുഞ്ഞിനെ ദൈവം നൽകി. ദൈവം എന്നെ അനുഗ്രഹിച്ചു. പ്രാർത്ഥന കേട്ട കർത്താവിന്റെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് നമ്മളെ കുറിച്ച് പദ്ധതിയൊരുക്കി കാത്തിരിക്കുന്ന നമ്മുടെ ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാം. എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവപിതാവിൻ ഹൃത്തിൽ. അതെന്റെ നാശത്തിനല്ല, ശുഭമം ക്ഷേമത്തിൻ പദ്ധതിയല്ലോ. ആനന്ദിക്കും ഞാൻ, ആനന്ദിക്കും ഞാൻ, കർത്താവിനാനന്ദിക്കും. രക്ഷകനാകും എൻ ദൈവത്തിൽ നിത്യം സന്തോഷിച്ചിടും ഞാൻ. ആനന്ദിക്കും
രക്ഷകനാകും എൻ ദൈവത്തിൽ നിത്യം സന്തോഷിച്ചിടും ഞാൻ. പ്രിയമുള്ള സഹോദരരെ, ഈ രാത്രിയിൽ കുഞ്ഞുങ്ങളില്ലാതെ വേദനിച്ച് പ്രാർത്ഥിക്കുന്ന ദമ്പതികളാണെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ആശ്വാസദൂതായിട്ട് മാറട്ടെ. സാഹചര്യമില്ലെങ്കിലും ദൈവം കടന്നു വന്ന് അനുഗ്രഹമാക്കി മാറ്റും. ഇവർ പറയുകയാണ്, ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. എന്നാൽ ആ സമയത്ത് ദൈവദൂതന്മാരെ പോലെ ഒരു സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി ശാലോമിൽ പ്രാർത്ഥിച്ചു. ആർക്കെങ്കിലും കുഞ്ഞുങ്ങളില്ലെങ്കിൽ നമ്മളൊക്കെ പരിചയക്കാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചായിരിക്കാം നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നത്. അവർ പറയുകയാണ്, സാക്ഷ്യം അറിയിക്കാമെന്ന് അവർ നേർന്നു. ഞങ്ങളെ അറിയിച്ചു. ദൈവം അത്ഭുതം ചെയ്ത് ആ സഹോദരിയുടെ വിശ്വാസത്തെ മാനിച്ച് ദൈവം അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ കർത്താവ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അത് ദൈവം നൽകിയിരിക്കും. അതുകൊണ്ട് ഈ രാത്രിയിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ദമ്പതികളും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇത് അനുഗ്രഹത്തിന്റെ രാത്രിയാണ്. കുഞ്ഞുങ്ങളെ നൽകി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്ന അത്ഭുതത്തിന്റെ രാത്രി. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത സാക്ഷ്യം, നീത സന്തോഷ് എന്ന സഹോദരി, അവർക്ക് ഭവനം ലഭിച്ചതിനെ കുറിച്ച് ഒരു സാക്ഷ്യം ഇങ്ങനെ എഴുതുകയാണ്. 10 വർഷമായി ഞങ്ങൾ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബമായിരുന്നു. എൻ്റെ ഭർത്താവ് ബിസിനസ് ആയിരുന്നു. അതിനുണ്ടായ തകർച്ചയാലാണ് വീടും സ്ഥലവും എല്ലാം നഷ്ടമായത്. കൂടാതെ രോഗങ്ങളും മറ്റ് പ്രതിസന്ധികളും ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കി. എങ്കിലും വിശ്വാസം ഞങ്ങൾ കൈവിട്ടില്ല. ഒരു വീടിന് വേണ്ടി ജാഗരണ പ്രാർത്ഥനയിലേക്ക് പല പ്രാവശ്യം പ്രാർത്ഥനാ സഹായം തേടിയിരുന്നു. എന്നെങ്കിലും ഒരു ഭവനം ലഭിക്കുകയാണെങ്കിൽ ജാഗരണ പ്രാർത്ഥനയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഈശോയോട് പറയുകയും ചെയ്തു. ഈശോയുടെ അത്ഭുതകരമായ ഇടപെടൽ എന്ന പോലെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ഭവനം ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനമായി ദൈവം നൽകി അനുഗ്രഹിച്ചു. ടൗണിനോട് ചേർന്ന് എല്ലാവിധ സൗകര്യമുള്ള ഭവനം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച ഞങ്ങളുടെ ദൈവത്തിന് 1000 നന്ദി. കരങ്ങളടിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരമരുളുന്ന ഒരു ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ വീണ്ടും നമുക്ക് പാടി ആരാധിക്കാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ മടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ ഈ സാക്ഷ്യം നിനക്ക് വലിയ ആവേശം വരട്ടെ. ഇവർ പറയുകയാണ്, 10 വർഷം വാടക വീട്ടിൽ അലഞ്ഞ ഒരു കുടുംബമാണ്. പ്രാർത്ഥിച്ചു, മറുപടി കിട്ടിയില്ല. അവർ പ്രാർത്ഥിച്ചു, എന്നെങ്കിലും എനിക്ക് മറുപടി ലഭിക്കും, എന്നെങ്കിലും കർത്താവ് എനിക്ക് ഉത്തരമരുളും. വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന കർത്താവ് കേൾക്കുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുക. മനോഹരമായ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഭവനം ടൗണിൽ നൽകി ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നിയ ഒരു വ്യക്തിയാണെങ്കിൽ ഈ രാത്രിയിൽ വീണ്ടും വലിയ ആവേശത്തോടെ പ്രാർത്ഥിക്കുക, വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിന്റെ വിശ്വാസം വളരട്ടെ. നിന്റെ കർത്താവ് പ്രാർത്ഥന കേൾക്കാത്ത ഒരു ദൈവമല്ല. നിന്റെ കർത്താവ് നിന്നെ കാണാത്ത ഒരു ദൈവമല്ല. ഒരുപക്ഷെ കൂടുതൽ സമയം പ്രാർത്ഥിക്കണമെന്നും വിശ്വാസം വർദ്ധിക്കണമെന്നും ഒക്കെ ദൈവം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. അടുത്ത കത്ത് മിനി ജോൺ എന്ന സഹോദരി അയർലാൻഡിൽ നിന്ന് എഴുതിയ ഒരു കത്താണ്. അവരെഴുതിയിരിക്കുകയാണ്, ഞാൻ അയർലൻഡിൽ നേഴ്സാണ്. ജനിച്ചത് കത്തോലിക്ക കുടുംബത്തിലാണെങ്കിലും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു സഭയിൽ ചേർന്ന് മാമോദിസ മുങ്ങി. വിവാഹത്തോടെ വീണ്ടും ഞാൻ കത്തോലിക്ക സഭയിലേക്ക് വന്നു. എൻ്റെ ഭർത്താവ് ആഴമുള്ള കത്തോലിക്ക വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ സഭയുടെ പല ആചാരാനുഷ്ഠാനങ്ങളിലുമുള്ള സംശയങ്ങൾ മൂലം
കത്തോലിക്ക വിശ്വാസത്തിലേക്ക് പൂർണ്ണമായി തിരിച്ചു വരാൻ എനിക്ക് സാധിച്ചില്ല. പ്രത്യേകിച്ച് മാതാവിൻ്റെ മധ്യസ്ഥതയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു. ഞാൻ 1 വർഷം മുമ്പ് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷന് വേണ്ടി IELTS പരീക്ഷ എഴുതിയിരുന്നു. ട്രെയിനിങ്ങിനും ആവശ്യമായ പഠനങ്ങളും ഒക്കെ നടത്തിയിട്ടായിരുന്നു ആ പരീക്ഷ എഴുതിയിരുന്നത്. പക്ഷേ ആവശ്യമായ സ്കോർ ലഭിച്ചില്ല. കഴിഞ്ഞ നവംബർ മാസത്തിൽ വീണ്ടും IELTS എഴുതാൻ തീരുമാനിച്ചു. പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പുള്ള ജാഗരണ പ്രാർത്ഥനയിൽ സഹായം തേടി. ഒപ്പം ഇൻ്റർനെറ്റിലൂടെ അതിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ പ്രാവശ്യം പരിശീലനത്തിന് പോയില്ല എന്ന് മാത്രമല്ല, അതിനായി പഠനങ്ങളൊന്നും നടത്തിയതുമില്ല. ഈ പ്രാവശ്യം മാതാവിനോട് മധ്യസ്ഥം തേടി. ഇത് നടന്നാൽ അമ്മയിൽ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. അതോടൊപ്പം ദിവസവും ജപമാല ചൊല്ലുകയും ചെയ്തു. റിസൾട്ട് വന്നപ്പോഴാണ് അത്ഭുതം സംഭവിച്ച വിവരം ഞാൻ അറിയുന്നത്. എനിക്ക് ആവശ്യമായതിലധികം സ്കോർ നൽകി ഈശോ എന്നെ സഹായിച്ചു. കരങ്ങളടിച്ച് ദൈവമഹത്വത്തിനായി മഹത്വത്തിന് സംബന്ധിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ മറിയം വഴി ഈ ദൈവ മകളെ യേശു അനുഗ്രഹിച്ചു. എന്റെ ദൈവം തന്റെ മഹത്വത്തിൻ സമ്പന്നതയിൽ നിന്നും നമുക്കാവശ്യമുള്ളവയെല്ലാം നൽകിയിടും. ആമേൻ, ആമേൻ, ആമേൻ. എന്റെ ആവാ എന്റെ ദൈവം തന്റെ മഹത്വത്തിൻ സമ്പന്നതയിൽ നിന്നും നമുക്കാവശ്യമുള്ളവയെല്ലാം നൽകിയിടും. ആമേൻ, ആമേൻ, ആമേൻ. യേശു പരസ്യ ജീവിതത്തിൽ തൻ്റെ ഏറ്റവും ആദ്യത്തെ അത്ഭുതം ചെയ്തത് മറിയത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച കാനായിൽ വിവാഹത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. അതും മേൽത്തരം വീഞ്ഞ് നൽകി അനുഗ്രഹിച്ചു. ഈ സഹോദരി പറഞ്ഞു, എൻ്റെ പ്രാർത്ഥന കേട്ടാൽ, എനിക്കിത് കിട്ടിയാൽ ഞാൻ മാതാവിൽ വിശ്വസിക്കും. അമ്മ യേശുവിനോട് പറഞ്ഞു അവൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുക. മറിയം പറയുമ്പോൾ യേശു ചെയ്യുന്ന അത്ഭുതം മേൽത്തരമാണ്. ഇവർ പറയുകയാണ്, ഈ സഹോദരി പറയുകയാണ്, എനിക്ക് ആവശ്യമുള്ളതിനേക്കാൾ അധികം സ്കോർ നൽകി എന്നെ അനുഗ്രഹിച്ചു. ആവശ്യത്തിലുള്ളതിനും അധികം സ്കോർ നൽകി എന്നെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നാമും കൂടുതൽ ജപമാല ഭക്തിയിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. അമ്മയിലൂടെ ചോദിക്കുന്ന ഏതു കാര്യവും യേശു നിറവേറ്റി തരുമെന്ന് ഈ സഹോദരിയുടെ സാക്ഷ്യം നമ്മെ പഠിപ്പിക്കുക. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ശബ്ദം ഉയർത്തി ഹല്ലേലൂയ, ഒരുമിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ രാത്രിയിൽ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ ലോകത്തിന് മുഴുവൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങാം. കർത്താവിൻ്റെ മുമ്പിൽ ഏറെ പ്രീതികരമായ പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന. കാരണം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന വ്യക്തിയെ അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ആ വ്യക്തിയെയും ദൈവം അനുഗ്രഹിക്കും. മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന വ്യക്തിയെ കർത്താവ് ആകാംക്ഷയോടെ കാത്തിരിക്കുക. ഷാലോമിൻ്റെ സ്പിരിച്വൽ ഫാദറായ നിത്യസമ്മാനത്തിലേക്ക് വിളിക്കപ്പെട്ട മോൺസിഞ്ഞോർ CJ വർക്കിച്ചൻ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞൊരു വാക്കിതാണ്. അദ്ദേഹം പറയുകയാണ്, ഒരു കൃഷിക്കാരൻ തൻ്റെ കൃഷിയിടത്തിൽ അധ്വാനിച്ചാൽ, വാഴ നട്ടാൽ, തെങ്ങ് നട്ടാൽ, കവുങ്ങ് നട്ടാൽ, ഏറെ നാൾ കാത്തിരിപ്പിന് ശേഷം മാത്രമേ അതിൽ നിന്ന് അദ്ദേഹത്തിന് വരുമാനം ലഭിക്കുകയുള്ളൂ. എന്നാൽ ആ വ്യക്തി മറ്റൊരാളുടെ പറമ്പിൽ പണിയാൻ പോവുകയാണെങ്കിൽ പണി കഴിയുമ്പോൾ ആ വൈകുന്നേരം തന്നെ അദ്ദേഹത്തിന് അതിൻ്റെ കൂലി ലഭിക്കും. ഇതേപോലെ മധ്യസ്ഥ പ്രാർത്ഥന, ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് സമയം കൂടുതൽ കാത്തിരിക്കേണ്ടി വരും. എന്നാൽ ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാത്തിൻ്റെ ഉടയവനായ ദൈവം ആ വ്യക്തിയെ അപ്പോൾ തന്നെ അനുഗ്രഹിക്കുമെന്ന് പഠിപ്പിക്കുക. അതുകൊണ്ട് നമുക്ക് എല്ലാം മറന്ന് ഒന്ന് പ്രാർത്ഥിക്കേണ്ടി വരിക. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകളടയ്ക്കാം. ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കണം, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലോകത്തിന് ഏറ്റവും അധികം പ്രാർത്ഥന ഈ കാലഘട്ടങ്ങളിൽ ആവശ്യമുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് വലിയ തീക്ഷ്ണതയോടെ, വലിയ ആവേശത്തോടെ നമുക്ക് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ, കുടുംബത്തെ എല്ലാം ദൈവം അനുഗ്രഹിക്കാൻ പോവുക. കണ്ണുകൾ അടച്ച് വലത്തെ ഉയർത്തി പിടിച്ച് ഏറ്റെഴുതി നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ലോകത്തിന്റെ അതിരുകളോളം ലോകത്തിന്റെ അതിരുകളോളം സുവിശേഷം എത്താൻ വേണ്ടി സുവിശേഷം എത്താൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അവിടുന്നാണ് അവിടുന്നാണ് ഏക കർത്താവെന്ന് ഏക കർത്താവെന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും സകല രാജ്യങ്ങളും അറിയുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അവിടുത്തെ വചനത്താൽ ലോകത്തെ വിശുദ്ധീകരിക്കണമേ. ലോകത്തെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ പ്രകാശമായ യേശുവേ, ലോകത്തിന്റെ പ്രകാശമായ യേശുവേ, അവിടുത്തെ വെളിച്ചത്താൽ ലോകത്തെ പ്രകാശിപ്പിക്കണമേ. ലോകത്തെ പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, വിളഭൂമിയിലേക്ക് അനേകരെ അയക്കാൻ വിളവിന്റെ നാഥനായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ലോകത്തോട് അനുകമ്പ കാണിക്കണമേ. അവിടുത്തെ ജനം ഇടയില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമാണ്. ലോകത്തെ അനുഗ്രഹിക്കണമേ. അനേക വചനപ്രഘോഷകരെ, അനേക മിഷണറിമാരെ ലോകത്തിന് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് വീണ്ടും വിശ്വാസത്തോടെ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വലതുകരം ഉയർത്തിപ്പിടിച്ച് വലിയ വിശ്വാസത്തോടെ കർത്താവായ യേശുവേ, അവിടുത്തെ ഭൗതിക ശരീരമായ തിരുസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവിന്റെ എല്ലാ നിയോഗങ്ങൾക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർദിനാൾ സംഘത്തിന് വേണ്ടി, എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും, എല്ലാ വൈദികർക്ക് വേണ്ടിയും, എല്ലാ സന്യസ്തർക്ക് വേണ്ടിയും, എല്ലാ ആത്മായ പ്രേക്ഷകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഒരു പുതിയ പെന്തക്കോസ്ത നൽകി തിരുസഭയെ ഉണർത്തണമേ. തിരുസഭയെ അനുഗ്രഹിക്കണമേ. തിരുസഭ ലോകത്തിന് അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, എല്ലാ ധ്യാന കേന്ദ്രങ്ങളെയും, എല്ലാ ധ്യാന ഗുരുക്കന്മാരെയും, എല്ലാ വചന പ്രഘോഷകരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി തിരുസഭയെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ഭൗതിക ശരീരമായ തിരുസഭയുടെ മേൽ യേശുവിന്റെ ശക്തി ഇറങ്ങാൻ വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് വലിയ വിശ്വാസത്തോടെ കർത്താവിൻ്റെ ശുശ്രൂഷയായ ശാലോമിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി, ജനകോടികൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്ത തൻ്റെ ശുശ്രൂഷയെ കർത്താവ് വീണ്ടും ഉന്നതമായ അഭിഷേകം നൽകി ഉപയോഗിക്കാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ സ്നേഹത്തോടെ ശാലോമിനെ നമുക്ക് സ്നേഹിക്കാം. ശാലോമിന്റെ എല്ലാ ശുശ്രൂഷകളെ നമുക്ക് സ്നേഹിക്കാം. സ്നേഹത്തോടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ശാലോമിനെ സമർപ്പിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ലോകത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി അവിടുന്ന് രൂപം കൊടുത്ത ശാലോം മിനിസ്ട്രിയെ അനുഗ്രഹിക്കണമേ. ശാലോമിന്റെ എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, ശാലോമിന്റെ നേതൃത്വത്തെ അനുഗ്രഹിക്കണമേ. ഉന്നതമായ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശാലോമിലെ എല്ലാ ശുശ്രൂഷകരെയും ശാലോമിലെ എല്ലാ ശുശ്രൂഷകരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. 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 കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശാലോം മിനിസ്ട്രി ശാലോം മിനിസ്ട്രി ലോകത്തിന് ഒരു അനുഗ്രഹമായി തീരട്ടെ. ഒരു അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. 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 കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശാലോം ടിവിക്ക് വേണ്ടി ശാലോം ടിവിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാലോം ടിവിയിലൂടെ ശാലോം ടിവിയിലൂടെ ലോകം അവിടുത്തെ മുഖം ദർശിക്കട്ടെ. അവിടുത്തെ മുഖം ദർശിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനേക പുതിയ പ്രോഗ്രാമുകൾ നൽകി അനേക പുതിയ പ്രോഗ്രാമുകൾ നൽകി ശാലോം ടിവിയെ ശാലോം ടിവിയെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. ശാലോം ടിവിയിലൂടെ ശാലോം ടിവിയിലൂടെ ജനലക്ഷങ്ങളോട് ജനലക്ഷങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. സംസാരിക്കണമേ. ഹല്ലേലൂയ. 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 കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശാലോം ടിവിയെ ശാലോം ടിവിയെ സാമ്പത്തികമായി സഹായിക്കുന്ന സാമ്പത്തികമായി സഹായിക്കുന്ന എല്ലാ SPF അംഗങ്ങളെയും എല്ലാ SPF അംഗങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. 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 ശാലോം ടിവി ശാലോം ടിവി സൗജന്യമായി വിതരണം ചെയ്യുന്ന എല്ലാ DTHകാരെയും എല്ലാ DTHകാരെയും എല്ലാ കേബിൾ TV ഓപ്പറേറ്റർമാരെയും എല്ലാ കേബിൾ ടിവി ഓപ്പറേറ്റർമാരെയും അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. അവർക്ക് പ്രതിഫലം നൽകണമേ. അവർക്ക് പ്രതിഫലം നൽകണമേ. ഹല്ലേലൂയ. 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 കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശാലോമിന്റെ പ്രസിദ്ധീകരണങ്ങളെ ശാലോമിന്റെ പ്രസിദ്ധീകരണം അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുന്ന് അനുഗ്രഹിക്കണമേ. ശാലോം മാസികയ്ക്ക് വേണ്ടി ശാലോം മാസികയ്ക്ക് ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയുടെ ഐക്യത്തിന് വേണ്ടി സഭയുടെ ഐക്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന സൺഡേ ശാലോമിന് വേണ്ടി സൺഡേ ശാലോമിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമിഴ് മാസികയ്ക്ക് വേണ്ടി തമിഴ് മാസികയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇംഗ്ലീഷ് മാസികയ്ക്ക് വേണ്ടി ഇംഗ്ലീഷ് മാസികയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സോഫിയ പബ്ലിക്കേഷന് വേണ്ടി സോഫിയ പബ്ലിക്കേഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 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 ശാലോമിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടായ ശാലോമിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടായ സിംസിന് വേണ്ടി സിംസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇടവകൾക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന ഇടവകയ്ക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന ശാന്തിവാഹിനി ശുശ്രൂഷയെ ശാന്തിവാഹിനി ശുശ്രൂഷ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. 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 കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അവിടുത്തെ ഹിതപ്രകാരം അവിടുത്തെ ഹിതപ്രകാരം ശാലോം ആരംഭിക്കാൻ പോകുന്ന ശാലോം ആരംഭിക്കാൻ പോകുന്ന ശാലോം ഹോസ്പിറ്റൽ മിനിസ്ട്രിയെ ശാലോം ഹോസ്പിറ്റൽ മിനിസ്ട്രി അവിടുന്ന് അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. 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 അനേക രോഗികൾക്ക് അനേകം രോഗികൾക്ക് ശാലോം ഹോസ്പിറ്റൽ ശാലോം ഒരു ഹോസ്പിറ്റൽ അനുഗ്രഹമായി തീരാൻ വേണ്ടി അനുഗ്രഹമായി തീരാൻ ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 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 കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അമേരിക്കയിൽ നിന്ന് ആരംഭിക്കാൻ പോകുന്ന അമേരിക്കയിൽ നിന്ന് ആരംഭിക്കാൻ പോകുന്ന ഇംഗ്ലീഷ് ചാനലായ ഇംഗ്ലീഷ് ചാനലായ ശാലോം വേൾഡ് അമേരിക്കയ്ക്ക് വേണ്ടി ശാലോം വേൾഡ് അമേരിക്കയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി അധ്വാനിക്കുന്നവരെ അതിനുവേണ്ടി അധ്വാനിക്കുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കുകയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സംരക്ഷിക്കുകയും ചെയ്യണമേ. സംരക്ഷിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. 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 പ്രിയമുള്ളവരെ, നമുക്ക് ശാലോമിനെ സമർപ്പിച്ച് ശാലോമിന് നേതൃത്വം സമർപ്പിച്ചുകൊണ്ട് ശാലോമിന് എല്ലാ ശുശ്രൂഷകളും ലോകത്തിന് വലിയ അനുഗ്രഹമായി തീരാൻ വേണ്ടി ശാലോമിലൂടെ യേശു മഹത്വപ്പെടാൻ വേണ്ടി നമുക്ക് വീണ്ടും കരങ്ങൾ ഉയർത്താം. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന. ഹല്ലേലൂയ. 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 കർത്താവേ സ്തോത്രം. ദൈവമേ ലോകം ആരാധന. മുഴുവൻ സാക്ഷ്യം നൽകാം തിരുവചനത്തിൻ വഴിയെ നീങ്ങാം. ഒരു മനമായി ഒന്നായി പാടാം, തിരുവഴിയെ ഒന്നായി ചേരാം, തിരുസഭതൻ സ്നേഹക്കൊടികൾ വാനിലുയർത്തിടാം. ലോകം മുഴുവൻ സാക്ഷ്യം നൽകാം തിരുവചനത്തിൻ വഴിയെ നീങ്ങാം. ഒരു മനമായി ഒന്നായി പാടാം, തിരുവഴിയെ ഒന്നായി ചേരാം, തിരുസഭതൻ സ്നേഹക്കൊടികൾ വാനിലുയർത്തിടാം. ഒരു മനമായി ഒന്നായി പാടാം, തിരുവഴിയെ ഒന്നായി ചേരാം, തിരുസഭതൻ സ്നേഹക്കൊടികൾ വാനിലുയർത്തിടാം. Praise the Lord. ശാന്തമായിട്ടിരിക്കും.